പതിവില്ലാതെ തന്നെ ഇതൊക്കെ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്നെ പതിവില്ലാതെ ഒന്നും തൂക്കുകയും തുടക്കുകയും ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ആയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ചുമ്മാ കിട്ടിയതൊന്നുമല്ല, നല്ല കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് തന്നെയാ. അല്ല, ഈ മിസ്സിസ് കേരളയൊക്കെ അങ്ങ് കേരളത്തിലല്ലേ, ഇവിടെ എന്ത് മിസ്സിസ് കേരള, അതും കൊണ്ടാണേ. അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ താങ്കൾ? അറിഞ്ഞില്ല. എന്നാ പറഞ്ഞു തരാം. മിസ്സസ് കേരള അങ്ങ് കേരളത്തിൽ മാത്രമല്ല, ഇനി ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞു. ന്യൂസിലൻഡിൽ മിസ്സിസ് കേരള ആരാ കൊണ്ടുവരുന്നത്? അത് നമ്മുടെ മലയാളം FM 104.6 അതുല്യ ശ്രീജിത്ത് നായരും ചേർന്ന്. കൊള്ളാലോ. എന്നാ ഇത്? അടുത്ത വർഷം 2026 ഫെബ്രുവരിയിൽ. കൊള്ളാലോ. കൂടുതൽ ഡീറ്റെയിൽസ് പറ, കേക്കട്ടെ. പറയാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ന്യൂസിലൻഡിൽ ആദ്യമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു മലയാളം FM 104.6 അതുല്യ ശ്രീജിത്ത് നായരും ചേർന്നൊരുക്കുന്ന മിസ്സസ് കേരള ന്യൂസിലാൻഡ് 2026. നമസ്കാരം, ഞാൻ ഗീതു ജീവൻ. 2019-2020 മിസ്സസ് കേരള ഫൈനലിസ്റ്റും 2 സബ് ടൈറ്റിൽ വിന്നറുമാണ്. കൂടാതെ മിസ്സസ് ഇന്ത്യ ഫൈനലിസ്റ്റുമാണ്. 15-ാം വയസ്സിൽ അസിസി ഗൈഡിൻ്റെ കവർ പേജായിട്ടായിരുന്നു ഞാൻ എൻ്റെ മോഡലിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ശേഷം വിവാഹവും കഴിഞ്ഞു കുഞ്ഞുങ്ങളുമായി കുടുംബം എന്ന ഒറ്റ ദിശയിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കാലം. ഇനി എൻ്റെ സ്വപ്നങ്ങൾക്കായി ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് തോന്നി തുടങ്ങിയ കാലം. അപ്പോഴായിരുന്നു മിസ്സസ് കേരള പേജിൽ ഞാൻ കാണുന്നതും അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതും. സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളും മത്സരങ്ങളും ഒരു നക്ഷത്രപ്പാടകലെയുള്ള സ്വപ്നങ്ങളായിരുന്നു. എന്നിട്ടും ഞാനതിന് അപ്ലൈ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ വിവാഹവും കരിയറും കുട്ടികളും ജീവിതവും ഒക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കായ സ്ത്രീകൾ നമ്മളുള്ള യഥാർത്ഥ സ്ത്രീയെ കണ്ടെത്താൻ ശ്രമിക്കാറില്ല. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഓരോ വാർത്തകളും. അത് ഓരോ സ്ത്രീയെയും ഓരോ അമ്മയും നെഞ്ചുലയ്ക്കുന്ന വാർത്തകളായിരുന്നു. വിവാഹം കഴിഞ്ഞതോടുകൂടി ഇനി എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് എന്നെക്കൊണ്ട് സാധിക്കും, നിങ്ങളെക്കൊണ്ടും സാധിക്കുമെന്ന് ഒരു സ്ത്രീയെങ്കിലും നമ്മൾക്ക് ചിന്തിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജയമോ പരാജയമോ അല്ല, മറിച്ച് നമ്മുടെ കോൺഫിഡൻസ്, കറേജ് എന്നിവയെ ഒരു പടി മുന്നിൽ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് സാധിക്കും. ഇത് കേവലം ഒരു സൗന്ദര്യ മത്സരം മാത്രമല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ യഥാർത്ഥ സ്ത്രീയെ കണ്ടെത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ പിന്നെ ഇനി എന്താ താമസം? വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രൗൺ മാത്രമല്ല, നമ്മളും തിളങ്ങും. നന്ദി.